അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സമസ്തയുടെ അംഗീകൃത മദ്രസയിൽ 3-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അഖീദ എന്ന പുസ്തകത്തിൽ നിന്നും വരാവുന്ന കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 1. ഈമാൻ എന്നാൽ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ് സത്യവിശ്വാസം, അതായത് ഈമാൻ. 2. മുഅ്മിൻ എന്ന് പറയുന്നു ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും വിശ്വസിച്ചവനാണ് സത്യവിശ്വാസി, അതായത് മുഅ്മിൻ. 3. അമലുകൾ സ്വീകരിക്കപ്പെടാൻ അനിവാര്യമാണ് എന്ത്? ഈമാൻ, അതായത് സത്യവിശ്വാസം. 4. ഈമാൻ കാര്യങ്ങൾ എത്ര, ഏതെല്ലാം? ഈമാൻ കാര്യങ്ങൾ 6 ആണ്. 1. അള്ളാഹുവിൽ വിശ്വസിക്കുക. 2. അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക. 3. അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക. 4. അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കുക. 5. അവസാന നാളിൽ വിശ്വസിക്കുക. 6. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക. 5. ഭൂമിയും അതിലുള്ളതുമെല്ലാം പടച്ചവനും പരിപാലിക്കുന്നവനും ആര്? അള്ളാഹു. 6. ആരാധിക്കപ്പെടാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അതാര്? അതാണ് അള്ളാഹു. 7. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം എന്ത്? അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. 8. സർവശക്തനും എല്ലാം അറിയുന്നവനും എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും എന്നെന്നും ജീവിക്കുന്നവനുമാണ് ആര്? അള്ളാഹു. 9. എന്തിനാലാണ് മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടത്? പ്രകാശത്താലാണ് മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടത്. 10. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പ്രധാന ജോലി എന്ത്? നബിമാർക്ക് വഹ്യ് എത്തിച്ചു കൊടുക്കലാണ് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പ്രധാന ജോലി. 11. കാറ്റ്, ഇടി, മിന്ന് ഇവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആര്? മീകായിൽ അലൈഹിസ്സലാം. 12. ഈ ലോകം നശിക്കും എപ്പോൾ? സൂർ എന്ന കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കായ ഇസ്രാഫീൽ അലൈഹിസ്സലാം കാഹളത്തിൽ 1-ാമത്തെ ഊത്ത് ഊതുമ്പോൾ ഈ ലോകം നശിക്കും. 13. ഇസ്രാഫീൽ അലൈഹിസ്സലാം 2-ാം തവണ സൂറിൽ ഊതുമ്പോൾ എന്ത് സംഭവിക്കും? ഇസ്രാഫീൽ അലൈഹിസ്സലാം കാഹളത്തിൽ 2-ാമത്തെ ഊത്ത് ഊതുമ്പോൾ ലോകത്തിൻ്റെ ആരംഭം മുതൽ ഖിയാമത്ത് നാൾ വരെ മരിച്ചവരെല്ലാം ജീവൻ വെച്ച് എഴുന്നേൽക്കും. 14. മുൻകർ നക്കീർ അലൈഹിമസ്സലാം എന്തെല്ലാം ചോദിക്കും? അവർ മയ്യത്തിനെ ഖബറിൽ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് റബ്ബിനെക്കുറിച്ചും നബിയെക്കുറിച്ചും ദീനിനെക്കുറിച്ചും മറ്റും അവർ ചോദിക്കും. യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് മറുപടി പറയാൻ സാധിക്കും, അല്ലാത്തവർ അട്ടഹസിക്കും. 14. റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആര്? എങ്ങനെയാണ് റൂഹ് പിടിക്കുന്നത്? റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് അസ്രായീൽ അലൈഹിസ്സലാം. സത്യവിശ്വാസികളുടെ റൂഹ് നല്ല രൂപത്തിൽ വന്ന് സൗമ്യമായിട്ടും അവിശ്വാസികളുടെ റൂഹ് ഭീകര രൂപത്തിൽ വന്ന് വളരെ കഠിനമായിട്ടുമാണ് പിടിക്കുക. 15. മനുഷ്യരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അപ്പപ്പോൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ ആര്? റഖീബ്, അതീദ് അലൈഹിസ്സലാം. 16. മനുഷ്യരുടെ നന്മ രേഖപ്പെടുത്തുന്നത് ആരാണ്? വലതുഭാഗത്തുള്ള റഖീബ് അലൈഹിസ്സലാം. 16. മനുഷ്യരുടെ തിന്മ രേഖപ്പെടുത്തുന്നത് ആര്? ഇടതുഭാഗത്തുള്ള അതീദ് അലൈഹിസ്സലാം. 17. നന്മയുടെയും തിന്മയുടെയും പ്രതിഫലം എന്താണ്? നന്മയുടെ പ്രതിഫലം സൗഖ്യം നിറഞ്ഞ സ്വർഗവും തിന്മയുടെ പ്രതിഫലം ഭയാനകമായ നരകവുമാണ്. 18. സ്വർഗവും നരകവും കാക്കുന്ന മലക്കുകൾ ആരാണ്? സ്വർഗം കാക്കുന്നത് റിദ്വാൻ അലൈഹിസ്സലാം എന്ന മലക്കും നരകം കാക്കുന്നത് മാലിക് അലൈഹിസ്സലാം എന്ന മലക്കുമാണ്. 19. അല്ലാഹു തആല കിതാബുകളും ഏടുകളും ഇറക്കിയത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും മറ്റും വിവരിക്കുന്നതിന് വേണ്ടി മുർസലുകൾക്ക് ഇറക്കപ്പെട്ടവയാണ് കിതാബുകളും ഏടുകളും. 20. അല്ലാഹു തആല ഇറക്കിയ കിതാബുകളും ഏടുകളും എത്രയാണ്? അല്ലാഹു തആല 4 കിതാബുകളും 100 ഏടുകളുമാണ് ഇറക്കിയത്. 21. അല്ലാഹു തആല ഇറക്കിയ 4 കിതാബുകൾ ഏതെല്ലാം? 1. തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്.
2 സബൂർ ദാവൂദ് നബി അലൈഹിസ്സലാമിന്, 3 ഇഞ്ചീൽ ഈസാ നബി അലൈഹിസ്സലാമിന്, 4 ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. 22 അല്ലാഹു തആല ഏടുകൾ ആർക്കൊക്കെയാണ് ഇറക്കിയത്? ആദം നബി അലൈഹിസ്സലാമിന് 10, ശീഷ് നബി അലൈഹിസ്സലാമിന് 50, ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് 30, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 10. 23 അല്ലാഹു തആല ഇറക്കിയ ഖുർആനു ഷരീഫിൻ്റെ ഭാഷ ഏത്? അറബി ഭാഷ. 24 പരിശുദ്ധ ഖുർആനിന് മറ്റു കിതാബുകൾക്കില്ലാത്ത പ്രത്യേകത എന്ത്? മറ്റു കിതാബുകൾ ചില പ്രത്യേക ജനങ്ങൾക്കും പ്രത്യേക കാലക്കാർക്കും വേണ്ടി മാത്രം ഇറക്കപ്പെട്ടവയായിരുന്നു. എന്നാൽ ഖുർആനു ഷരീഫ് എല്ലാ കാലക്കാർക്കും എല്ലാ ജനങ്ങൾക്കും നേർമാർഗം കാണിക്കാൻ വേണ്ടി ഇറക്കപ്പെട്ടതാണ്. അതിനാൽ ലോക അവസാനം വരെ ഒരു മാറ്റവും കൂടാതെ ഖുർആൻ നിലനിൽക്കും. ഖുർആനിൻ്റെ അവതരണത്തോടു കൂടി മറ്റുള്ള എല്ലാ കിതാബുകളും ദുർബലപ്പെട്ടിരിക്കുന്നു. 25 ഖുർആനിനെ എങ്ങനെയാണ് നാം ബഹുമാനിക്കേണ്ടത്? ഖുർആൻ ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് വെക്കരുത്. ശുദ്ധിയില്ലാത്തവർ ഖുർആൻ തൊടരുത്. ഖുർആനിനു നേരെ കാൽ നീട്ടുകയോ അത് പിച്ചി ചീന്തുകയോ ചെയ്യരുത്. ഖുർആനിനു മീതെ മറ്റൊന്നും വെക്കരുത്. നിയമാനുസൃതമായി മാത്രമേ ഖുർആൻ പാരായണം ചെയ്യാവൂ. 26 ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഏത്? പരിശുദ്ധ ഖുർആൻ. 27 അൽ ബഖറ സൂറത്ത് ഓതിയാൽ എന്തു ലഭിക്കും? അൽ ബഖറ സൂറത്ത് ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടി രക്ഷപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. 28 ഖുർആൻ ഓതുന്ന സ്ഥലത്ത് ഇറങ്ങി വരും ആരെ? റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും. 29 ഖുർആൻ ഓതുന്ന വീട്ടിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഖുർആൻ ഓതുന്ന വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും. പിശാചിൻ്റെ ഉപദ്രവം ഇല്ലാതാവും. സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവും. ബർക്കത്തും ലഭിക്കും. 30 ഖുർആൻ ഓതുന്നവരെയും ഓതാത്തവരെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോടാണ് ഉപമിച്ചിട്ടുള്ളത്? ഖുർആൻ ഓതുന്ന സത്യവിശ്വാസികളെ മാതള നാരങ്ങയോടും ഖുർആൻ ഓതാത്ത സത്യവിശ്വാസികളെ ഈത്തപ്പഴത്തോടുമാണ് ഉപമിച്ചിട്ടുള്ളത്. അതുപോലെ ഖുർആൻ ഓതുന്ന കപടവിശ്വാസികളെ റൈഹാൻ ചെടിയോടും ഖുർആൻ ഓതാത്ത കപടവിശ്വാസികളെ ആട്ടങ്ങയോടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചിട്ടുള്ളത്. 31 ഖുർആൻ ഓതുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ആർക്കൊക്കെ ലഭിക്കും? നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കും. 32 അന്ത്യനാളിൽ ശുപാർശകനായി വരും ആര്? ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ ആ ഖുർആൻ ശുപാർശകനായി വരും. 33 ആർക്കാണ് നബിമാർ എന്ന് പറയുന്നത്? അവരെ എന്തിനാണ് നിയോഗിച്ചിരിക്കുന്നത്? വഹ്യ് എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ് നബിമാർ. ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു അവരെ നിയോഗിച്ചിരിക്കുന്നത്. 34 ആരാണ് മുർസലുകൾ? നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുർസലുകൾ. 35 ഉലുൽ അസ്മ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരൊക്കെയാണ്? മുർസലുകളിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായവരാണ് ഉലുൽ അസ്മുകൾ. അവർ 5 പേരാണ്. 1 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ഇബ്രാഹിം നബി അലൈഹിസ്സലാം, 3 മൂസാ നബി അലൈഹിസ്സലാം, 4 ഈസാ നബി അലൈഹിസ്സലാം, 5 നൂഹ് നബി അലൈഹിസ്സലാം. 36 നബിമാരുടെ പ്രത്യേകതകൾ എന്താണ്? സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ളവരും സൽസ്വഭാവികളും വിശ്വസ്തരുമാണ് നബിമാർ. അവരിൽ നിന്ന് പാപങ്ങൾ സംഭവിക്കുകയില്ല. അവർ സത്യം മാത്രമേ പറയുകയുള്ളൂ. 37 വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട മുർസലുകൾ എത്ര പേരാണ്? അവർ ആരെല്ലാം? 25 മുർസലുകളുടെ പേരുകൾ പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടിട്ടുണ്ട്. അവർ ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദുമ സ്വാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബഅ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖുൻ കദാ യാഖൂബു യൂസുഫു വ അയ്യൂബു തദാ ശുഐബു ഹാറൂനു വ മൂസാ വൽ യസഅ ദുൽകിഫ്ലി ദാവൂദു സുലൈമാനു തബഅ ഇല്യാസു യൂനുസു സകരിയ യഹ്യ ഈസാ വ ത്വാഹ ഖാതിമുൻ ദഅവയ്യ.
ആദം നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം, ഷുഐബ് നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, അൽയസ നബി അലൈഹിസ്സലാം, ദുൽകിഫ്ലി നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, ഇല്യാസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, യഹ്യാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 38. അംബിയ മുർസലുകൾക്ക് എത്ര സിഫത്തുകൾ അതായത് വിശേഷണങ്ങളുണ്ട്? അംബിയ മുർസലുകൾക്ക് നിർബന്ധമായ 4 സിഫത്തുകളും ഉണ്ടാവാൻ പാടില്ലാത്ത 4 സിഫത്തുകളും ജായിസായ 1 സിഫത്തുമുണ്ട്. 39. അംബിയ മുർസലുകൾക്ക് നിർബന്ധമായ സിഫത്തുകൾ ഏതെല്ലാം? 1. സിദ്ഖ് സത്യം പറയൽ, 2. അമാനത്ത് വിശ്വസ്തത, 3. ഫത്താനത്ത് ബുദ്ധികൂർമ്മത, 4. തബ്ലീഗ് എത്തിച്ചു കൊടുക്കൽ. 40. അംബിയ മുർസലുകൾക്ക് മുസ്തഹീലായ സിഫത്തുകൾ അതായത് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ ഏതെല്ലാം? 1. കദിബ് കളവ് പറയൽ, 2. ഖിയാനത്ത് വഞ്ചന ചെയ്യൽ, 3. ബലാദത്ത് ബുദ്ധിമാന്ദ്യം, 4. കിത്മാൻ മറച്ചുവെക്കൽ. 41. അംബിയ മുർസലുകൾക്ക് ജായിസായ സിഫത്ത് ഏത്? അംബിയാക്കളുടെ ഉന്നത പദവിക്ക് കോട്ടം വരുത്താത്ത കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവും. ഇതാണ് ജായിസായ സിഫത്ത്. 42. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവർ ആരാണ്? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 43. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആര്? മുൻകഴിഞ്ഞു പോയ എല്ലാ നബിമാരും. 43. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തമ മാതൃകയായിരുന്നു എന്തിൻ്റെ? എല്ലാ സൽ സ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയായിരുന്നു നബി തങ്ങൾ. 44. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഏതിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ മുൻ കഴിഞ്ഞ നബിമാർക്ക് ഇറക്കപ്പെട്ട കിതാബുകളിലെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. 45. എല്ലാ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ട റസൂലാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. 46. അല്ലാഹു തആല ഏത് ഭാഷകളിലാണ് 4 കിതാബുകളും ഇറക്കിയിട്ടുള്ളത്? തൗറാത്ത് ഇബ്രാനി അതായത് ഹീബ്രു ഭാഷയിലും, സബൂർ യൂനാനി അതായത് ഗ്രീക്ക് ഭാഷയിലും, ഇഞ്ചീൽ സുറിയാനി അതായത് സിറിയക്ക് ഭാഷയിലും, ഖുർആൻ അറബി ഭാഷയിലുമാണ് ഇറക്കിയിട്ടുള്ളത്. 47. ഖുർആൻ ഓതുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസ് ഏത്? ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അത് അന്ത്യനാളിൽ അതിൻ്റെ അനുയായികൾക്ക് ശുപാർശകനായി വരും. 48. മുർസലുകൾക്ക് മാത്രമുള്ള സിഫത്ത് ഏതാണ്? തബ്ലീഗ് അതായത് എത്തിച്ചു കൊടുക്കൽ. 49. അല്ലാഹു തആല നിയോഗിച്ച നബിമാരിൽ ആദ്യത്തെയും അവസാനത്തെയും നബിമാർ ആര്? ആദ്യത്തെ നബി ആദം നബി അലൈഹിസ്സലാമും അവസാനത്തെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും. 50. ഏറ്റവും പ്രധാനികളായ 10 മലക്കുകളും അവയുടെ ജോലികളും എന്തെല്ലാം? 1. മലക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായതും നബിമാർക്ക് വഹ്യി എത്തിച്ചു കൊടുക്കുന്നതുമായ ജിബ്രീൽ അലൈഹിസ്സലാം. 2. കാറ്റ്, ഇടി, മിന്ന്, മഴ, ഭക്ഷണം എന്നിവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മീകായിൽ അലൈഹിസ്സലാം. 3. സൂർ എന്ന കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം. 4. റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട അസ്റായിൽ അലൈഹിസ്സലാം. മനുഷ്യരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും രേഖപ്പെടുത്താൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട റക്കീബ് അലൈഹിസ്സലാം, അതീദ് അലൈഹിസ്സലാം. ഖബറിൽ ഇറങ്ങി വന്ന് മയ്യത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം. 9. സ്വർഗം കാക്കാൻ ഏൽപ്പിക്കപ്പെട്ട റിദ്വാൻ അലൈഹിസ്സലാം. 10. നരകം കാക്കാൻ ഏൽപ്പിക്കപ്പെട്ട മാലിക് അലൈഹിസ്സലാം.